പൈസ അല്ലേ ഞാൻ അടുത്ത ആഴ്ച ഒരേ ഒരാഴ്ച തന്നാൽ ഞാൻ പൈസ ഉറപ്പാണ് തിരിച്ചാലും ഇവനാണ് സത്യം. ഒന്നുമില്ലെങ്കിൽ നമ്മൾ എല്ലാവരും പോകാൻ മലയാളികളല്ലേ. വെൽക്കം ബാക്ക്. ഹലോ ഗുഡ് മോർണിംഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസം മുൻപ് ഈ അതിഥികൾ ഈ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. വരുന്ന സമയത്ത് അവർക്ക് വാക്കും കൊടുത്തതാണ്, നിങ്ങളുടെ മ്യൂസിക് ആൽബം പുറത്തിറങ്ങിയാൽ തീർച്ചയായും സ്റ്റുഡിയോയിലേക്ക് നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. നേരത്തെ പ്രത്യേകിച്ച് ഇവരെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഒരു മ്യൂസിക് ആൽബം എന്നതിലപ്പുറത്തേക്ക് ചാരിറ്റിക്ക് വേണ്ടി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇതിൽ നിന്ന് കിട്ടുന്ന തുക അവർ ചെലവഴിച്ചു. ഇതിനു മുൻപും ഇവരുടെ ഇത്തരത്തിലുള്ള കലാപരിപാടികളിലൂടെ ലഭിച്ച തുക അവർ പല നിർധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ചികിത്സക്കൊക്കെ വേണ്ടി ചെലവഴിക്കുകയുണ്ടായി. ആ പല കുട്ടികളും ഇപ്പോൾ ആ വിദ്യാഭ്യാസമായാലും അവർ ചെലവഴിച്ച കാശ് കൊണ്ട് തന്നെ സുഖം പ്രാപിച്ച് ജീവിതത്തിലേക്കൊക്കെ തിരിച്ചു വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾക്കൊക്കെ ഒരു ഐ ഓപ്പണർ തന്നെയാണ്. ഇത്തരത്തിലുള്ള കലാകാരന്മാരൊക്കെ ഇങ്ങനെ ചിന്തിക്കണം, എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധത കൂടുതലായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ. എന്തായാലും കൂടുതൽ പറഞ്ഞ് ഇവരെ നമ്മുടെ അതിഥികളെ മുഷിപ്പിക്കുന്നില്ല, അതിഥികളിലേക്ക് വരാം. ആദ്യമായി ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യം ഇവർ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നാട്ടിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഡയറക്ടർ ഉണ്ടായിരുന്നു, എന്നാൽ ഇന്ന് ഡയറക്ടർ കൂടിയില്ല, മ്യൂസിക് ഡയറക്ടർ എത്തിയിട്ടുണ്ട്. എന്തായാലും മ്യൂസിക് ഡയറക്ടറിലേക്ക് തന്നെ നമുക്ക് ആദ്യമായി പോകാം. അനൂപ്, സ്വാഗതം. നമസ്കാരം. അനൂപ് ടൂറിലായിരുന്നു, എപ്പോഴാണ് തിരിച്ചെത്തിയത്? ഞാൻ നാട്ടിൽ പോയിക്കായിരുന്നു. അതെ, ഞാൻ ഈ മാസം 22 ലോഞ്ചിന്റെ ഒന്ന് തിരിച്ചെത്തി. ഓക്കെ. അനൂപ്, എങ്ങനെയാണ് ഇങ്ങനൊരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ വന്നതിൽ? എന്താണ് ഇതിന്റെ ഒരു തുടക്കം? എവിടെ നിന്നാണ് ഇതിന്റെ ഒരു തുടക്കം? ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, മ്യൂസിക് ഗ്രൂപ്പ് ഉണ്ട് ഫേസ്ബുക്കിൽ. അങ്ങനെ ഞങ്ങൾ മ്യൂസിക്കായിട്ട് പോവായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഒരു പോസ്റ്റ് കണ്ടു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണെന്ന് ആലോചിച്ചപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത്. അപ്പോൾ നമുക്കൊരു കുറച്ച് പ്രോഗ്രാം ചെയ്യാം, അതിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും ആൾക്കാരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പൈസ നമുക്ക് കളക്ട് ചെയ്ത് ആ കുട്ടികളിലേക്ക് എത്തിക്കാം. അത് ആ കുട്ടികൾക്ക് ഒരു സഹായമാകുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം തോന്നി. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തോന്നി, ഓക്കെ, നമ്മളെന്തെങ്കിലും പ്രോഗ്രാം ചെയ്തു നമ്മൾക്കത് ഒരു സോങ്ങിലൂടെ നമുക്കത് ഞങ്ങൾ ആക്ച്വലി ഇത് ഇത്രയും പബ്ലിസിറ്റി ഒന്നും വിചാരിച്ചിരുന്നില്ല. നമ്മൾ തന്നെ വയ്ക്കാനായിട്ടൊരു സോങ് ഞങ്ങൾ റെഡിയാക്കി, ഒരു തീം സോങ് മുകളിൽ നമ്മുടെ പ്രോഗ്രാമിന്. അങ്ങനെ ആ സോങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഞങ്ങളതൊരു ആൽബാക്കാണ് ചെയ്തത്. ഓക്കെ, അനുപുലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്കൊക്കെ വരേണ്ടതുണ്ട്. ഷൈനി, ഇതിന്റെ കോർഡിനേറ്റർ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണമെങ്കിൽ ഷൈനിയെ കുറിച്ച് പറയാൻ തോന്നുന്നു. കാരണം എല്ലായിടത്തും ഓടിച്ചാടി നടന്നാണ് ഷൈനി ഇതിന്റെ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ മാർക്കറ്റിംഗ് മാനേജർ കൂടിയാണെന്ന് തോന്നുന്നു ഷൈനി. എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ ആൽബം റിലീസായിരിക്കുകയാണ്. ആൽബം റിലീസാവുന്നതിന് മുൻപും അതിന് ശേഷവും എങ്ങനെ ഫീൽ ചെയ്തു? ശ്രീജിത്ത്, ഇത് ഒരു മാർക്കറ്റിംഗ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആക്ച്വലി നമ്മൾ വീഡിയോന് വേണ്ടി നമ്മൾ അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സ്പോൺസേഴ്സിനെ സമീപിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ UA എക്സ്ചേഞ്ചിനെ കോൺടാക്ട് ചെയ്തപ്പം മിസ്റ്റർ മൊയ്തീൻ കോയ വാസ് വെരി സപ്പോർട്ടീവ്. പുള്ളിയാണ് നമുക്ക് എൻകറേജ് ചെയ്തത്. പുള്ളി നമ്മുടെ ഇതുവരെ ചെയ്ത വർക്ക് കണ്ടപ്പോൾ ഹി വാസ് സോ ഇൻസ്പയർഡ്. പുള്ളി പറഞ്ഞു, നിങ്ങൾ ചുമ്മാ ഒരു ആൽബം പോലെ റിലീസ് ചെയ്യരുത്, ഇത് മറ്റുള്ളവർക്കും കൂടി ഇൻസ്പിറേഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണ്. സോ കുറച്ചുകൂടി എക്സ്പോഷർ ഇതിന് വേണം, അങ്ങനെയെന്ന് എനിക്ക് തോന്നുന്നു, UA എക്സ്ചേഞ്ചിന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചുകൂടി നമ്മൾ എക്സ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയാണ് നമുക്ക് എല്ലാ സപ്പോർട്ടും തന്നത്. അങ്ങനെ ഞങ്ങളുടെ ലോഞ്ച് 28 ഏപ്രിൽ ഞങ്ങൾ ലോഞ്ച് ചെയ്തു. മിസ്റ്റർ റെസ്പെക്റ്റഡ് സുധീഷ് ഷെട്ടിയാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ആൻഡ് ഹി വാസ് ഓൾസോ വെരി സപ്പോർട്ടീവ്. അവരെ എൻകറേജിങ് വേർഡ്സും മോട്ടിവേഷനാണ് നമുക്ക് ഇത്രയും കറേജും ഇത്രയും സ്ട്രെങ്ത് തന്നിട്ടുള്ളത് ഇതുവരെയായിട്ട്. പിന്നെ ഞങ്ങൾ ആ വീഡിയോയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരു സിംഗിൾ വീഡിയോ ആണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് എഫേർട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ദ ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ, എഡിറ്റിംഗ്, സ്റ്റുഡിയോ റെക്കോർഡിംഗ്, എല്ലാ കാര്യത്തിലും അതിൻ്റെതായ എഫേർട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ അവസരത്തിൽ താങ്ക്സ് പറയുന്നു. ആൻഡ് അത് തന്നെ, എല്ലാവർക്കും താങ്ക്സ് തന്നെ, നന്ദിയാണ് എല്ലാവരോടും പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് തന്നെ. ഇനി അഖിലിലേക്ക് വരികയാണെങ്കിൽ, അഖിൽ ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു താരം തന്നെയാണ്. അഖിലാണ് ഇതിലെ പ്രധാന പാട്ടുകാരൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അഖിൽ ആൽബം റിലീസ് ചെയ്യുന്നതിന് മുൻപ് അഖിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആൽബം റിലീസ് ചെയ്ത് കഴിഞ്ഞു.
എന്താണ് ആൾക്കാരിൽ നിന്നുള്ള പ്രതികരണം, എന്താണ് പൊതുവെ പബ്ലിക്കിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്? പ്രതികരണം മീൻസ് ഇത് ലൈക്ക് വൈറലായിട്ട് തന്നെ ഇന്റർനെറ്റിൽ കൂടെ പല നമ്മുടെ ഫ്രണ്ട്സ് തന്നെ കണ്ടിട്ട് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടിട്ട് തന്നെ നമ്മൾ അവരോട് പറയാതെ തന്നെ അവരിത് ഷെയർ ചെയ്യുകയാണ്. ഷെയർ ചെയ്യാന്ന് മീൻസ് ആ ഒരു മെസ്സേജ് ഉണ്ട്, എല്ലാവരും ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കെന്താ ചെയ്യാൻ പറ്റുന്നത്. കാരണം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെ ചെയ്യണം, ആര് ത്രൂ ചെയ്യണം എന്നുള്ളൊരു വേ അവർക്ക് കിട്ടുന്നില്ല. അപ്പം നമ്മളിങ്ങനെ ചെയ്തപ്പം അത് ക്ലോസ് ഫ്രണ്ട്സ് ആയപ്പോഴത്തേക്കും ഓക്കെ ഇവർക്കിങ്ങനെ ചെയ്യുവാണെങ്കിൽ അവർക്കും പാർട്ടാകാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഇത് മാക്സിമം അവർ തന്നെ ഷെയർ ചെയ്യുക. നെറ്റിൽ കൂടി ഇപ്പം ഫേസ്ബുക്ക് ഓരോ പേജ് നോക്കിക്കഴിഞ്ഞാലും വളരെ ഹാപ്പിയാണ്. ഇത് ഓരോരുത്തരും ഷെയർ ചെയ്തിട്ടുണ്ട്. ഷെയർ ചെയ്ത് വ്യൂസൊക്കെ ഒരു ദിവസം തന്നെ 1000-1500 വ്യൂസിലൊക്കെ ഇത് കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഇത് ഇങ്ങനെ തന്നെ ഇത് കണ്ടിട്ട് വേറെ ആൾക്കാരെങ്കിലും ഇങ്ങനെ ഒരു വേ ഉണ്ട്, ഇങ്ങനെ നമുക്ക് ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കിട്ടിയ കഴിവ് നമുക്ക് ഒരു റോഡിലിറങ്ങിയോ നമുക്ക് എങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കിട്ടിയ ഒരു കഴിവ് കൊണ്ട് മാക്സിമം അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അത് മാക്സിമം എക്സ്പോഷർ പൂർണ്ണമായും നമ്മൾ അത് പ്രയോജനപ്പെടുത്തുക. അല്ലെങ്കിൽ അഖില പറഞ്ഞതുപോലെ നമ്മുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ കൊണ്ട് സമൂഹത്തിന് ഏതെങ്കിലും രീതിയിൽ ഒരു സപ്പോർട്ട് നൽകാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യവും. അഖിൽ, ഇനി അർച്ചനയിലേക്ക് വരികയാണെങ്കിൽ, അർച്ചന പ്രേംജിത്ത്, അർച്ചനയാണ് ഇതിന്റെ ലിറിക്സിലൊക്കെ കാര്യമായ ഇടപെടലുകൾ നടത്തിയത്. ലിറിക്സ് മുഴുവനായിട്ട് എഴുതിയത് അർച്ചനയാണെന്ന് തോന്നുന്നു അല്ലെ? അർച്ചന, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ അങ്ങനെയുടെ ലിറിക്സും അർച്ചനയുടെ ലിറിക്സും കാര്യങ്ങളൊക്കെ എഴുതി ഇപ്പോൾ ആൽബം റിലീസായിരിക്കുന്നു. അപ്പോൾ ഇതിന് മുൻപും പിൻപും ഇപ്പം ആൽബം റിലീസായതിനു ശേഷം എന്താണ് അർച്ചനയ്ക്ക് ഫീൽ ചെയ്യുന്നത്? ഇതിന് മുൻപ് നമ്മൾ ജസ്റ്റ് എഴുതിയിട്ടു, ഒരു തീം സോങ് വേണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എഴുതിയിട്ടു, പിന്നെ അതൊരു സോങ് ആയി. അപ്പോൾ ഞങ്ങൾ ഇത്ര പബ്ലിസിറ്റി ഒന്നും വിചാരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് അങ്ങനെയൊക്കെ പറയുക. ആ കുട്ടികളെ നമുക്ക് കിട്ടിയ കഴിവുകളിലൂടെ നമുക്ക് സഹായിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇത്രയും നല്ല റെസ്പോൺസ് സോഷ്യൽ മീഡിയയിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഒക്കെ കിട്ടുമ്പോൾ നമ്മളിപ്പോൾ ശരിക്കും വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഒരു ടീം വർക്ക് എന്നതിലുള്ളതിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്, ഇത്രയും സക്സസ് കണ്ടു എന്നുള്ളതിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ആൽബത്തെ കുറിച്ചൊക്കെ ഇനി ഒരുപാട് കാര്യങ്ങൾ അവരോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ആൽബം റിലീസായിരിക്കുകയാണ്. ആൽബം നമുക്ക് കണ്ട് ഇവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. ആൽബത്തിലേക്ക് പ്രദീപ്. ഹലോ, നിങ്ങൾ റെഡിയായോ? ഞാനെത്തി. ഇതുവരെ റെഡിയായില്ലേ? എത്ര സമയം വിളിക്കുന്നു? റെഡിയാവാ, നീ ഇരിക്ക്. പകർന്നിടും ഈ നല്ല സൗഹൃദം പകർന്നു തരുന്നൊരു സ്വർഗീയ സംഗീതം.
സുഖലോലമാ സംഗീതരാവിലെ സ്വരമഴയിൽ നില പൂക്കൾ നുള്ളിടാ സുരഭില സുന്ദരം ഈശ്വര സംഗമം ഒരു നവരാഗമായി ഉണരാം ജീവനിൽ അറിയാതൊരു നാൾ വെറുതെ കണ്ടു സൗഹൃദം പൂവിടാൻ ഒന്നായി ചേർന്നു ഈ സുഖലോലമോ സംഗീതരാവിലെ സ്വരമഴയിൽ നില പൂക്കൾ തുള്ളിടാം സുരസംഗീതമായി ഈ ദേവരാഗമായി ലയമായി താളമായി നാമൊന്നു ചേർന്നിടാം ഒരു ചെറു കാറ്റുപോൽ മെല്ലെ പുൽകുമീ സാന്ത്വനവേദിയായൊരു നവദീപമായി ധ്വനിയായി ലയമായി ഒന്നായി പാടിടാം മഴവിൽ ചിറകിൽ ഒന്നായി പാറിടാ നിറവു പകർന്നിടും ഈ നല്ല സൗഹൃദം പകർന്നുതരുന്നൊരേ സ്വർഗീയ സംഗീതം കുളിർമഴ പെയ്യുമീ സായം സന്ധ്യയിൽ ഒന്നായി ചേർന്നിടാം സംഗീത സാന്ദ്രമാ വാവ് എന്ന പേര് പോലെ തന്നെ വളരെ വളരെ മനോഹരമായിരിക്കുന്നു. എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അത്രയും നല്ല
രീതിയിൽ തന്നെയാണ് ഈ സോങ് വന്നിരിക്കുന്നത്. ഈ സോങ് കേട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഇതിന് മുൻപ് ചില ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ചിലരൊക്കെ ഒരു വീഡിയോ ആൽബം എടുത്തിട്ടുണ്ട്, ഒന്ന് കാണണം, നന്നായെങ്കിൽ സ്റ്റുഡിയോയിൽ വിളിക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ കാണിക്കുകയുണ്ടായി. കണ്ടപ്പോൾ തന്നെ ഞാൻ കുറച്ച് തിരക്കിലാണെന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചവറുകൾ ഇറങ്ങുന്ന സമയത്താണ് ഈ ഗാനമൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്നത്. കാരണം ഇതിന്റെ പിന്നിൽ അവരെടുത്ത എഫേർട്ട് എന്ന് പറയുന്നത് ആ സോങ്ങിലുടനീളം ആ ഗാനം പോലെ തന്നെ മികച്ച രീതിയിൽ ഇവർ കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഇത്തരത്തിൽ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അവരുടെ ഫാമിലിയുടെ സപ്പോർട്ടാണ്. ഇവിടെ എല്ലാവരുടെയും കുടുംബത്തിന്റെ ഒരു അകമഴിഞ്ഞ പിന്തുണ ഒന്നുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്രയും മികച്ച രീതിയിൽ ഈ ആൽബം ഉണ്ടാക്കാനും സാധിച്ചിരിക്കുന്നത്. അത് അവരോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അനൂപ്, ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ് ഈ കാര്യത്തിൽ? എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പം നമുക്ക് ഫാമിലിയോട് ഉള്ളപ്പോൾ തന്നെ നമ്മൾ ഇതിനു വേണ്ടി വളരെയധികം ടൈം ഫാമിലിയോട് ചിലവഴിക്കാൻ തന്നെ പറ്റാറില്ല. ചില ദിവസങ്ങൾ രാവിലെ പോയി കഴിഞ്ഞാൽ ഷൂട്ടിങ്ങും അല്ലെങ്കിൽ കോമ്പോസിഷൻ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾക്ക് ക്യാഷ് കളക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അത് അയച്ചു കൊടുക്കുന്നത് അതിനൊക്കെയായിട്ട് നമ്മൾ വളരെ വൈകി എത്താറുണ്ട് പല ദിവസങ്ങളിലും. ഓഫീസ് ടൈം കഴിഞ്ഞിട്ടുള്ള ടൈമുള്ളൂ അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും അവരൊരു വിഷയമായിട്ട് കണക്കാക്കിയിട്ടില്ല. കാരണം എൻ്റെ പിന്നിലുള്ള ലക്ഷ്യം നല്ലതാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിന് എല്ലാവരും ഫാമിലിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഷൈനി, കുടുംബത്തിന്റെ പിന്തുണ ഈ പറഞ്ഞ പോലെ തന്നെ ഫാമിലി സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഫ്രം ദ സ്റ്റാർട്ട് ഒന്നും സംഭവിക്കില്ലായിരുന്നു. തുടക്കത്തിൽ തന്നെ എല്ലാവരുടെ ഫാമിലിയും എൻ്റെ അടക്കം എല്ലാവരുടെ ഫാമിലിയും ദേ വിത്ത് അസ്. ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓരോ കാര്യത്തിനും, റെക്കോർഡിങ്ങിനും വീഡിയോ എഡിറ്റ് എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ തന്നെ വരും. നമ്മൾ അറ്റ്ലീസ്റ്റ് അഭിനയിക്കും പാടുകയും ചെയ്യുന്നുണ്ട്. അവർ പക്ഷെ നമുക്ക് വേണ്ടി കാത്തിരിക്കും, മണിക്കൂർ കണക്കിന് കാത്തിരിക്കും, വെയിറ്റ് ചെയ്യും. നമ്മളെ മക്കളും എല്ലാവരും നമുക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. സോ ഈ സമയത്ത് അവർക്ക് എല്ലാവർക്കും വളരെ വളരെ താങ്ക്സ് എല്ലാവർക്കും. അഖിൽ, എന്താണ് ഫാമിലിയോട് പറയാനുള്ളത്? ഫ്രൈഡേ മാത്രമേ സമയം കിട്ടത്തുള്ളൂ. ഫാമിലിയുടെ കൂടെ ഇരിക്കാനും ഫ്രൈഡേ മാത്രമേ സമയം കിട്ടത്തുള്ളൂ. ആ കിട്ടുന്ന ഒരു ഫ്രൈഡേ, ഇത് ഒരു ഫ്രൈഡേ അല്ല, ഒരു 5-6 ഫ്രൈഡേ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഏർലി മോർണിംഗ് പോകണം. ആ കറക്റ്റ് ലൈറ്റ് കിട്ടിയാലേ ഈ വീഡിയോ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഏർലി മോർണിംഗ് കിട്ടാൻ വേണ്ടി രാവിലെ 5:30-6 മണി ആ സമയത്തൊക്കെ നമ്മുടെ കൂടെ വരിക, നമുക്ക് എന്ത് സപ്പോർട്ട് ചെയ്യുക. തിരിച്ചു വരുന്ന ഒരു നേരത്തായിരിക്കും, ചിലപ്പം ഒരുപാട് ലേറ്റ് ആകും. ആ സമയത്ത് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ ഈ ഒരു കോസിന് വേണ്ടി അവരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഇത് ഒരിക്കലും നടക്കത്തില്ലായിരുന്നു. അർച്ചനക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ഇവരെല്ലാവരും പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ലൈക്ക് ഒരു വ്യാഴാഴ്ച ചിലപ്പോൾ 10 മണിക്കും 11 മണിക്കൊക്കെ ആയിരിക്കും ഓഫീസിൽ നിന്ന് വരുന്നുണ്ടാവുക. അപ്പോൾ എന്നിട്ടും പിന്നെയും ഏർലി മോർണിംഗ് ചിലപ്പോൾ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പോണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് തവണ അങ്ങനെയൊക്കെ പോണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതുപോലും ഒരു പരാതിയും ഇല്ലാണ്ട് അവർ ഡീൽ ചെയ്തു, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു. അതെത്ര പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല. ശരിക്കും എത്ര പറഞ്ഞാലും മതിയാവില്ല. അത് എല്ലാവരുടെയും ഫാമിലീസ് ഒരുപാട് സപ്പോർട്ടിങ് ആയിരുന്നു. അതില്ലാണ്ട് വിത്തൗട്ട് അവർ ടീം, നമ്മൾ പറഞ്ഞ പോലെ വിത്തൗട്ട് അവർ ടീം ഇറ്റ് വുഡ് ഹാവ് ബീൻ ഇമ്പോസിബിൾ. അത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ അവധി ദിവസങ്ങൾ സമൂഹത്തിന് വേണ്ടി കുറച്ച് ഉപകാരപ്രദമാവുന്ന രീതിയിൽ മാറ്റിവെക്കാൻ സാധിച്ചാൽ അത് ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇത്തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ സമയം മാറ്റിവെക്കണമെന്നാണ് ഈ കലാകാരന്മാർ നമുക്ക് വേണ്ടി കാട്ടിത്തരുന്നത്. അതിലേക്കൊക്കെ വിശദാംശങ്ങളിലേക്ക് വീണ്ടും കടക്കുന്നതിന് മുമ്പ് ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേർന്നു. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, ജുനൈദ്, എന്തു തോന്നുന്നു ഈ കലാകാരന്മാരുടെ എഫേർട്ട് കണ്ടിട്ട്? എന്ത് തോന്നുന്നു ഈ വീഡിയോയും ഇവരുടെയൊക്കെ ഒരു എഫേർട്ട് സമൂഹത്തിന് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇവരുടെയൊക്കെ? വളരെയധികം അഭിമാനം തോന്നുന്നു. കാരണം ഞങ്ങളുടെ ഫ്രണ്ട്സാണ് അവർ ചെയ്യുന്ന ഈ ഗുഡ് എഫേർട്ട് വളരെ അഭിനയിച്ചിട്ടുള്ളതാണ്. കാരണം നമ്മുടെ പാവപ്പെട്ടവർക്ക് വേണ്ടി സാധാരണ ചെയ്യുന്ന പോലെ ആഗ്രഹം വേണ്ടല്ലോ. അവർ പാവങ്ങൾക്ക് അതെ കേൾക്കാം, തുടരും. എന്റെ പേര് ജിബിനാണ്. ഓക്കെ, അവർ ചെയ്യുന്ന ഈ മുന്നിട്ടുണ്ടാകാത്ത നമ്മുടെ എല്ലാ സപ്പോർട്ടും അവരുണ്ടായിരിക്കും. ഓക്കെ, പറയൂ. ഓക്കെ,
കുറേ സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഫോണ് വാങ്ങിക്കുന്നതിനിടയിൽ ആരോ പിടിച്ച് ഫോൺ കട്ട് ചെയ്തു എന്നാണ് തോന്നുന്നത്. എന്തായാലും വീണ്ടും വിളിക്കാം. അനൂപിലേക്ക് വരികയാണെങ്കിൽ, അനൂപ് മ്യൂസിക് ഡയറക്ഷനിൽ ആദ്യമായിട്ടാണോ അതോ ഇതിനു മുൻപ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്? ഇനി ഭാവി പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ശ്രദ്ധ ഊന്നുന്നതോടൊപ്പം ഫിലിമിലോട്ടോ അല്ലെങ്കിൽ സീരിയലിലോട്ടോ അങ്ങനെ വല്ല പരിപാടികളുമുണ്ടോ? എന്താണ് അനൂപിന്റെ ഭാവി പരിപാടികൾ? ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് മാപ്പിള പാട്ടുകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് ചെയ്ത് കൊടുത്തതല്ലാണ്ട് ഇപ്പം ഇത്രയും വൈഡായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇതിനെല്ലാം നമ്മുടെ ഈ ഫ്രണ്ട്സ് തന്നെയാണ് കാരണം. അവരുടെ പ്രോത്സാഹനം കൊണ്ട് മാത്രമേ സാധിച്ചേ. ഇത് കഴിഞ്ഞ് നമ്മൾ ഇനിയും ചെയ്യുന്നൊരു 3-4 സോങ്ങുകൾ നമ്മൾ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഫിലിമിലേക്കൊക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ആഗ്രഹമുണ്ട്. അതൊരു സിംഗറുടെയോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ ചെയ്യുന്ന ആരുടെയോ ഏറ്റവും വലിയൊരു ആഗ്രഹം സിനിമയിൽ പാടുക എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയൊരു പാട്ട് ചെയ്യുക. അത് ദൈവം സഹായിച്ചാൽ നന്ദി. ഓക്കെ, ഇങ്ങനെ തീർത്തും പുതിയ ആൾക്കാരാണ് ഇവരെല്ലാവരും. എനിക്ക് തോന്നുന്നു അർച്ചന സ്റ്റേജ് ഷോസ് ഒക്കെ ഇതിനു മുൻപും ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ അനൂപിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഷൈനിയും അഖിലും ഒക്കെ അത്രയും സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അനൂപിനോടാണ് ചോദ്യം. എങ്ങനെ ഈ പുതിയ ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു മ്യൂസിക് ആൽബം ചെയ്യുമ്പോൾ അനൂപിന്റെ ചാലഞ്ചസ് എന്തൊക്കെയായിരുന്നു? ഇവരെല്ലാവരും ഇപ്പൊ ഞാനിവരെ മുമ്പോട്ട് അറിയുന്നതാണ്. അപ്പൊ എനിക്കറിയാം നല്ല പാട്ടുകാരാണ്. ഇപ്പോൾ സ്റ്റേജ് ഷോ ചെയ്തില്ല എന്ന് വെച്ചിട്ട് ഒരു പാട്ടുകാരെ നമുക്ക് അളക്കാൻ പറ്റില്ല. എനിക്കറിയാവുന്നിടത്തോളം വളരെ നന്നായി പാടുന്നവർ തന്നെയാണ്. അത്രയും ഹൈ ക്വാളിറ്റി ഉള്ള സിംഗേഴ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിനൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. നമുക്ക് അതിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ടി വന്നില്ല. പിന്നെ എപ്പോഴും എൻ്റെ ഒരു ചിന്ത പോകുന്നത് ഉള്ള പാട്ടുകാരെ വെച്ച് മാത്രം പാടിക്കുന്നതല്ല നല്ല കാര്യം. കാരണം പുതിയ ആൾക്കാർക്കും അവസരം ഉണ്ടാവണം. അപ്പോൾ എപ്പോഴും ഒരു മ്യൂസിക് ഡയറക്ടർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ഫിലിമിൽ ഒരു സോങ്ങിലും പുതിയ ആളുകൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. അത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അതെ, തീർച്ചയായും. പിന്നെ ഷൈനിയിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ, ഷൈനി നേരത്തെ പറഞ്ഞതുപോലെ ഓടി ചാടിയൊക്കെ നടന്ന് ഇപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ അഖില് പറഞ്ഞതുപോലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഒരു ദിവസം കൊണ്ട് തന്നെ 1500-ൽ പരം ആൾക്കാർ ഇതിനകം വീഡിയോ കണ്ടു കഴിഞ്ഞു. അതുപോലെ നിരവധി പേരുകൾ, നിരവധി ആൾക്കാർ നിങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഷൈനിക്ക് എന്തോ തോന്നുന്നു ഈ നിമിഷത്തിൽ? ഇതൊരു മോട്ടിവേഷനാണോ? ഇത്തരത്തിൽ കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനാണോ? അതോ എന്തോ തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ? ഈ ഒരു നിമിഷത്തിൽ സത്യം പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആദ്യം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങി. എൻ്റെ കൂടെ ആദ്യ കാലത്തിലുണ്ടായിരുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പ്രിയ, ജീന, അങ്ങനെ കുറേ ഫ്രണ്ട്സ്. അവരെയും എല്ലാവരും ഞാൻ ഓർക്കുന്നു ഈ സമയത്ത്. പ്രത്യേകിച്ച് ഇതിന് പിന്നിലുള്ള നീഡി കിഡ്സിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും, പിന്നെ നാട്ടിലുള്ള എൻ്റെ അച്ഛനടക്കം, പ്രായമുള്ള അച്ഛനടക്കം എല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഏജ് ബാർ ഇല്ലാതെ എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്ത് ഹെൽപ്പ് ചെയ്തവരെയാണ് ഞാൻ ഈ സമയത്ത് ശരിക്കും we thank them and honor them at this time. പിന്നെ ഈ സമയത്ത് ശരിക്കും സന്തോഷം തോന്നുന്നു. ഇത്രയും വ്യൂസും മീഡിയ എക്സ്പോഷറും കിട്ടാൻ കാരണം ഞങ്ങളുടെ സ്പോൺസർ തന്നെയാണ്, അതിൽ നോ ഡൗട്ട്. അവരും പിന്നെ നമ്മളെല്ലാ ഫ്രണ്ട്സ് ആൻഡ് വെൽ വിഷേഴ്സ് ഇനിയും ഇതുപോലെ ഞങ്ങൾക്ക് സപ്പോർട്ടും എൻകറേജ്മെൻറ്റും തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് മോട്ടിവേറ്റഡ് ആവും, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി ഞങ്ങൾക്ക് കിട്ടും. അഖിലിലേക്ക് വരികയാണെങ്കിൽ, അഖിൽ ഇത്തരത്തിൽ ഇനി എന്താണ് അഖിലിന്റെ ഭാവി പരിപാടികൾ? ഇനി ഈ സിംഗിങ് കരിയർ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണോ? സിനിമയിലേക്ക് മാറി ചിന്തിക്കാനാണോ? എന്താണ് അഖിലിന്റെ ഭാവി പരിപാടി? ഒരു മാറി ചിന്തിക്കലല്ല, ഇപ്പം ഇങ്ങനൊന്നും ആഗ്രഹിച്ച് ചെയ്തതല്ല. ഇതുപോലെ ഫേമസ്, ഇതുപോലെ എക്സ്പോഷർ കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചെയ്ത ഒരു സംഭവമായിരുന്നു. അതിപ്പം ഹിറ്റായി. ഓഫ് കോഴ്സ് ആഗ്രഹമുണ്ട്, ഫിലിമിലൊക്കെ പാടണമെന്ന് ആഗ്രഹമുണ്ട്. എത്ര പേരെ എൻ്റെ സൗണ്ട്, എത്ര പേരെ എൻ്റെ കഴിവ്, എത്ര പേരുടെ ഫ്രണ്ടിൽ എനിക്ക് പ്രകടിപ്പിക്കണമെന്നുള്ള അതൊരാഗ്രഹമുണ്ട്. ഓഫ് കോഴ്സ് എല്ലാവരുടെയും അനു പറഞ്ഞ പോലെ എല്ലാവരുടെയും ഒരു ആഗ്രഹമല്ല സിനിമയിൽ പാടുക, അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ. കൂടുതലും ഇതുപോലെ ഗ്രൂപ്പായിട്ട്, ഒരുമിച്ചൊരു ഗ്രൂപ്പായിട്ട് മെയിനായിട്ട് ചാരിറ്റി പരിപാടികൾ തന്നെ കൊണ്ടുപോകാൻ തന്നെയാണ് ആഗ്രഹം. ഓക്കെ, അർച്ചന ഇതിനു മുൻപും സ്റ്റേജ് ഷോയിലൊക്കെ വളരെ സജീവമായിട്ട് ഉള്ള ഒരാളാണ്.
എന്തായാലും ഇതൊരു തീർച്ചയായും ഹലോ ഗുഡ് മോർണിംഗിൽ ഓരോ കണ്ടന്റിന്റെ ഇടയിലും നമ്മൾ ഓരോ സോങ് പ്ലേ ചെയ്യാറുണ്ട്. ഈ പത്രം വായിക്കുമ്പോൾ അതിനിടയിലൊക്കെ സോങ് പ്ലേ ചെയ്യാറുണ്ട്. ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി പത്രമൊന്നും സ്റ്റുഡിയോയിൽ എത്തിയിട്ട് കണ്ടില്ല. മനോരമയാണ് സാധാരണ ഫ്രൈഡേ ഉണ്ടാവാറ്, ഇന്ന് പത്രം കണ്ടില്ല. അപ്പോൾ മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, മ്യൂസിക്കിനെ പറ്റി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർച്ചനയുടെ ഏതെങ്കിലും ഒരു പാട്ടിന്റെ 2 വരി നമുക്ക് കേൾക്കാം. ഇപ്പൊ പാടണോ? ആ പഠിക്കും. ൂലിഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി നറുചിരി 4 മണിപ്പൂവ് പോൽ വിരിഞ്ഞുവോ ചെറുമഷിത്തണ്ട് നീട്ടി വന്നടുത്തു നിന്നു മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയാം ഞാനാദ്യമായി ഓലിഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. വളരെ മനോഹരമായിട്ട് തന്നെ പാടി. നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം അർച്ചന നന്നായിട്ട് പാടുന്നതാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അനൂപും സിംഗറാണെന്ന് എനിക്കറിയാം. അനൂപിന്റെയും ഒരു 2 വരി കേൾക്കാതെ നമുക്ക് ഷോ വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു പാട്ടിന്റെ 2 വരി. ആയിക്കോട്ടെ. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ കാതിലോലക്കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ ഏത പൂർവ തപസ്സിന ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ. വളരെ മനോഹരമായിട്ട് തന്നെ അനൂപ് പാടി. അനൂപ് മ്യൂസിക് ഡയറക്ടർ മാത്രമല്ല സിംഗർ കൂടിയാണ്. അനൂപും ഈ ആൽബത്തിൽ പാടിയിട്ടുണ്ട്. അനൂപിനും അഭിനന്ദനങ്ങൾ നേരുന്നു. ഒരു കോളർ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? നമസ്കാരം, ഞാൻ കോയയാണ്, മൊയ്തീൻ കോയ. മൊയ്തീൻ കോയ. ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണോ? ഞാൻ അതുകൊണ്ടാണ് വിളിച്ചത്, ചട്ടപ്പഴാണ് വിളിച്ചത്. എന്തായാലും പ്രത്യേക NTVയുടെ ഭാഗത്തു നിന്നും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇതിനു മുൻപും ശ്രീ മൊയ്തീൻ കോയ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ കലാകാരന്മാരുടെ കാര്യത്തിലും താങ്കൾ അതുതന്നെയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമയം, തങ്ങളുടെ പേഴ്സണലായിട്ടുള്ള സമയം മാറ്റിവെച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ഇത്തരത്തിലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ താങ്കൾ കാണിക്കുന്ന താങ്കൾ കൊടുക്കുന്ന ഈ പിന്തുണ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. എങ്ങനെയാണ് ഇവരുടെ ഈ ട്രൂപ്പിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഇതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു സംഗതി, നമ്മള് സാധാരണ നിലയ്ക്ക് പറയാറുണ്ട് ന്യൂ ജനറേഷന് ഈ സാമൂഹ്യ പ്രതിബദ്ധത കുറവാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ അവർ വളരെ ഉദാസീനരാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. എനിക്ക് വളരെ സന്തോഷം തോന്നിയത് ഇവര് യഥാർത്ഥത്തിൽ ഒരു സ്പോൺസർഷിപ്പ് സംബന്ധിച്ചാണ് അവർ സമീപിക്കുന്നത്. ഇവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഷൈനിയോട് ചോദിച്ചപ്പോഴാണ് എനിക്ക് വളരെ വളരെ വ്യത്യസ്തമായി തോന്നി. ഇവിടെ അല്പമൊക്കെ ഉയർന്ന തലങ്ങളിൽ ജോലി ചെയ്യുകയും വലിയ ശമ്പളം വാങ്ങുകയും അല്പമൊക്കെ ഹൈഫൈ എന്ന് പറയാവുന്ന ഒരു ജീവിതം നയിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികൾ, അവര് നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട കുട്ടികളെ, രോഗികളെ, കഷ്ടപ്പെടുന്ന നമ്മുടെ സഹജീവികളെയൊക്കെ ശ്രദ്ധിക്കുന്നു എന്നൊക്കെ പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. സത്യത്തിൽ ഇത് വളരെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇവരോട് പറഞ്ഞത്, നിങ്ങൾ എന്തായാലും ഈ അധ്വാനം സമൂഹത്തെ ഉദ്ദേശിച്ച് ചെയ്യുന്നു, അപ്പൊ അത് സമൂഹത്തിൽ കൂടുതൽ ആളുകൾ അറിയുകയും അതിൽ നിന്ന് മറ്റുള്ളവരെ പ്രചോദനം ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സുധീർ സാറിനോട് അങ്ങനെ സുധീർ ഷെട്ടി സാറിനോട് അവതരിപ്പിക്കുന്നു. സാറ് വളരെ താല്പര്യത്തോടു കൂടി അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ അത് സംഭവിച്ചു പോകുന്നതാണ്. സത്യത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ മാതൃകകള് വലിയ രീതിയിൽ ഉയർത്തപ്പെടേണ്ടതുണ്ട് ഈ കാലത്ത്. കാരണം അത്രയധികം മനുഷ്യര്
അകന്നു പോകുന്ന ഒരു കാലമാണിത്. നമ്മള് ഒരു ഗ്ലോബൽ വില്ലേജ് ആണെന്ന് പറയുന്നു. എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളായി മാറുകയാണ്. കമ്മ്യൂണിക്കേഷന്റെ വലിയ സാധ്യതകൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ലോകം ഒരു പുതിയ പോപ്പുലേഷനായി മാറുന്നു എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴൊക്കെയും മനുഷ്യര് മനസ്സുകൾ തമ്മിൽ അകലുകയും അയൽക്കാരനെ പോലെ തിരിച്ചറിയാതാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമല്ലേ. അങ്ങനെയുള്ള കാലത്ത് ഇവര് നമുക്കിടയിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്ന് ചിന്തിക്കുന്നത് പോലും ഒരു വലിയ കാര്യമാണ്. എന്നിട്ട് അതിനുവേണ്ടി ഇവര് ജോലി കഴിഞ്ഞുള്ള സമയം ഉപയോഗപ്പെടുത്തി കുടുംബത്തിന്റെ പല കാര്യങ്ങളും മാറ്റിവെച്ച് അവരവരുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് ഇതിനു വേണ്ടി ഒന്നിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പം അത് ഞങ്ങള് സുധീർ സാറായാലും അതുപോലെ ഗോപകുമാർ ഭാർഗവൻ, ഞങ്ങളുടെ മാർക്കറ്റിംഗ് ചീഫ് എക്സിക്യൂട്ടീവ്, അദ്ദേഹവും എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി അതിന്റെ കൂടെ നിന്നു. പ്രമോദ് പങ്കാർ അടക്കമുള്ള ഞങ്ങളുടെ സംഘം. ഞങ്ങൾ അതിന് വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. പക്ഷെ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്, പിന്നെ ഞങ്ങളുടെ മീഡിയ സുഹൃത്തുക്കളെ, ഞാൻ ഈ രംഗത്ത് ഒരു 10-20 വർഷമായിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും വളരെ താല്പര്യമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കുട്ടികൾ ചെയ്യുന്നല്ലോ. അങ്ങനെയാണ് അവരെല്ലാവരും ഇതിനെ അല്പമൊക്കെ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ ഇതിന്റെ ലോഞ്ചിങ് ഒരു ഫംഗ്ഷൻ ആയിട്ട് ഞങ്ങൾ വെച്ചു. അത് പക്ഷെ ഇപ്പൊ എല്ലാ ആളുകളും അത് ഏറ്റെടുക്കുന്നത് പറയാൻ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായും. പിന്നെ ഇവരുടെ ഒരു വലിയ സാധ്യത ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വലിയ സാധ്യതയാണ്. നമ്മൾക്കറിയാം അത് വളരെ നെഗറ്റീവായിട്ട് പലപ്പോഴും ഉപയോഗപ്പെടുത്തുമെന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷെ പോസിറ്റീവായിട്ടുള്ള അതിന്റെ ഒരു സാധ്യത കൂടിയാണ് ഇത് തെളിയിക്കുന്നത്. ഇത് യൂട്യൂബിലൂടെയും മറ്റും ആളുകൾ കാണുന്നു, ഇവരെ വിളിക്കുന്നു, ഇവരുടെ ശ്രമങ്ങളിൽ പങ്കാളികളാവാൻ തയ്യാറാവുന്നു. പിന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു സംഗതി ഈ ടീം വർക്കാണ്. അവനവന്റെ ഒരു ഫ്ലാറ്റ്, അതിനപ്പുറത്തേക്ക് ഒരു ലോകമില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് ഇവരെല്ലാവരും ഒന്നിച്ചു കൂടുന്നു. പരമാവധി സമയം ഒന്നിച്ചിരുന്ന് ജനകീയമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച്, പൊതുവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ ഒരു തുറച്ചുണ്ടാവുന്നതുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മുടെ പ്രവാസ ലോകത്ത് ഞാൻ ഈ ഒരു 22-23 വർഷം ഇടപെട്ടപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഗതി, പല ആളുകളും ഇന്ററാക്ഷൻസ് ഇല്ല. അവനവന്റെ ഉള്ളിലെ വ്യഥകള്, വേദനകള്, സമ്മർദ്ദങ്ങള്, സംത്രാസങ്ങള് ഒക്കെ ഉള്ളിൽ അടക്കി പിടിച്ച് മനുഷ്യര് ഒരു സുപ്രഭാതത്തിൽ ജീവിതം തന്നെ മടുത്ത് അവസാനിപ്പിക്കുന്ന ആത്മഹത്യാ പ്രവണതയൊക്കെ ഇത്രയും വർദ്ധിച്ചു വരുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ അതിന്റെ കാരണം ഒന്നും ആരും ഷെയർ ചെയ്യുന്നില്ല എന്നല്ല, അവനവന്റെ വിഷമങ്ങളും സങ്കടങ്ങളൊന്നും ഷെയർ ചെയ്യാൻ ഒരാളില്ല എന്നുള്ളതാണ്. അവിടെയാണ് നല്ല സൗഹൃദത്തിന്റെ സാധ്യത. ഇപ്പൊ എനിക്കിത് തോന്നുന്നില്ല ഇവരൊക്കെ അവനവന്റെ വ്യക്തിപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളെയൊക്കെ ഒരുപക്ഷെ ഇങ്ങനെ അടക്കി പിടിക്കേണ്ടി വരുമെന്ന്. ഇവര് അതുകൂടി ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇത് മാറുന്നുണ്ട്. ഇത് വളരെ സർഗാത്മകമാണ്. ഇവര് സംഗീത പ്രതിഭകളാണ് എന്നത് മാത്രമല്ല, അത് വളരെ സക്രിയമായിട്ട് സർഗാത്മകമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ശ്രീ മൊയ്തീൻ കോയ, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും ഇവരുടെ ആൽബം ഇറങ്ങുന്നതിന് മുൻപും NTV ഇവരെ സ്റ്റുഡിയോയിൽ കൊണ്ടുവരികയും ഇവരുടെ ആൽബം റിലീസാവുന്നതിന് എത്രയോ മുൻപേ തന്നെ ഇവർക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകിയിട്ടുണ്ട്. NTV പ്രവാസികളായ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് എങ്ങനെ നോക്കിക്കാണുന്നു? അതെ, ഷൈനി അത് എന്നോട് പറഞ്ഞിരുന്നു. ഷൈനി ഇവിടെ ഞങ്ങളുടെ ഫംഗ്ഷന് അബുദാബിയിൽ വന്ന സമയത്ത്, ഈ കുട്ടികൾ വന്ന സമയത്ത് ഷൈനി പറഞ്ഞിരുന്നു NTV-യിൽ ഇങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ വന്നിരുന്നു. അത് നിങ്ങൾ ചെയ്യുന്നത് ഒരുപക്ഷെ മറ്റാരെക്കാളധികം നിങ്ങൾക്ക് അതിൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് പരിമിതിയുണ്ട്. കാരണം അതിന്റെ ഏറെ പലപ്പോഴും നടക്കുന്നത് നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ അല്ലെങ്കിൽ മറ്റു വിദേശങ്ങളിൽ നിന്നൊക്കെയാണ്. പക്ഷെ നിങ്ങളിവിടെ തദ്ദേശീയമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാനൽ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെയുള്ള ഇത്തരം നല്ല മാതൃകകളെ ഉയർത്തി കാണിക്കാനും അതിനെ വേണ്ട പോലെ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും നിങ്ങളത് തീർച്ചയായിട്ടും ആ ഒരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് കൂടുതൽ ഫലപ്രദമായിട്ട് നടക്കേണ്ടതുണ്ട്. അപ്പോഴെന്താണെന്ന് പറഞ്ഞാൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കുറെ കൂടി ഒരു ക്വാളിറ്റി വരും. ഇപ്പൊ ഈ കുട്ടികൾ തന്നെ എനിക്കറിയാം ഇത് ഒന്നാമത്തെ സംരംഭമാണ്. അടുത്തത് ഇതിനേക്കാൾ പെർഫെക്ഷനോട് കൂടി വരും. എനിക്കറിയാം ഇവിടെ ഫംഗ്ഷൻ നടക്കുന്നതിനിടയ്ക്ക് തന്നെ ഒരു ചാനൽ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോ സൗകര്യങ്ങൾ ഇവർക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ അടുത്ത വർക്കിന് ചെയ്തു കൊടുക്കാമെന്ന് പറയുണ്ടായി. അങ്ങനെ പലരും മോട്ടിവേറ്റഡ് ആവും, പല ആളുകളും അതിന്റെ കൂടെ. അത് നിങ്ങൾ NTV ചെയ്യുന്നത് ഒരു വളരെ വലിയ കാര്യമാണ്. ഇത് മാത്രമല്ല, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് നിങ്ങൾ പല കാര്യങ്ങളെ കുറിച്ചും ഇത്തരം വളരെ സോഷ്യലി കൺസേൺഡ് ആയിട്ടുള്ള ആ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള രീതിയിൽ തന്നെ മാധ്യമത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളത് എനിക്കത് വളരെ താല്പര്യമുള്ള കാര്യമാണ്. ഞാനൊരു
ഒരു ക്വാളിഫൈഡ് മാധ്യമ പ്രവർത്തകൻ ആയിട്ടല്ല. എന്റെ മാധ്യമ പ്രവർത്തനത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഇത്തരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തു എന്നുള്ളത് മാത്രമാണ് എന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്റെ സംഭാവന എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ മാധ്യമം എപ്പോഴും അങ്ങനെ ഉപയോഗപ്പെടണം. ഇത് ഒരു കമേഴ്സ്യൽ മീഡിയ ആയിരിക്കുമ്പോൾ പോലും അതിനപ്പുറത്തുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു തലം കൂടി ഇതിനുണ്ട് എന്നും അത് ഉപയോഗിക്കപ്പെടേണ്ടതാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഇടപെടലാണ് മാധ്യമങ്ങളെ യഥാർത്ഥത്തിൽ നടത്തേണ്ടത്. നമ്മളൊരു വലിയ കാറ്റലിസ്റ്റാണ് ഈ സമൂഹത്തെ ചലിപ്പിക്കാനുള്ളത്. അത് അല്പമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഇതൊരു നല്ല തുടക്കമാണ്. ഇനി കൂടുതൽ നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പ്രാതിനിധ്യമൊക്കെ വന്നുകൊണ്ട് ഇത് ശക്തമാകണം. ഇന്ററാക്ഷൻസ് കൂടുക എന്നുള്ളതാണ്. നമ്മുടെ ചർച്ചകൾ ഉണ്ടാവുക, സംവാദങ്ങൾ ഉണ്ടാവുക. അത് വെറുതെ വിവാദങ്ങളല്ല. മാധ്യമങ്ങൾ പലപ്പോഴും വിവാദങ്ങളെ ഉപജീവിക്കുന്നു എന്നുള്ളത് ഈ കാലത്ത് ഒരു വലിയ ദൗർബല്യമാണ്. അതോടൊപ്പം തന്നെ സംവാദങ്ങൾ, വളരെ സർഗാത്മകമായിട്ടുള്ള സംവാദങ്ങൾ ഉരുത്തിരിക്കേണ്ടതുണ്ട്. അതിലൊക്കെ നെറ്റീവ് ഇടപെടുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം. തീർച്ചയായും വളരെയധികം നന്ദി. ഒപ്പം ഈ ഇതുപോലെയുള്ള കലാകാരന്മാരെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത്തരത്തിൽ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് താങ്കൾ കൊടുക്കുന്ന പിന്തുണയ്ക്കും ഒക്കെ അഭിനന്ദനങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നു. എന്തായാലും ലൈനിൽ സജീവമായി പങ്കെടുത്തതിനൊക്കെ നന്ദി. ഇനി വളരെ സന്തോഷം. എന്തായാലും ഷൈനിക്കും മ്യൂസിക് ഈസ് മൈ പാഷൻ എന്ന ഈ ഗ്രൂപ്പിന് നിങ്ങളുടെ പാഷൻ അതിനപ്പുറത്തേക്കുള്ള വലിയ മാനങ്ങൾ കൈവരിക്കുന്ന ഒരു ഘട്ടമാണിത്. അപ്പൊ നിങ്ങൾ കൂടുതൽ റെസ്പോൺസിബിൾ ആവുകയാണ് വേണ്ടത്. ഞാൻ വിചാരിക്കുന്നു ചെറിയ ഈ പ്രശസ്തി ഒന്നും അവരെ തലക്ക് പിടിക്കില്ല എന്നല്ല ഞാൻ വിചാരിക്കും. പലപ്പോഴും ആളുകളെ അങ്ങനെയാണ്, പലപ്പോഴും കലാകാരന്മാർ അങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകാറുള്ളത്. നമുക്ക് അത് വരാതെ ഇത് നിങ്ങൾ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി കൂടുതൽ നന്നായി ഇടപെടാൻ നിങ്ങൾ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ എനിക്ക് വളരെ നന്ദി. ഒരു അഡ്വൈസും ആ കൂട്ടത്തിൽ ശ്രീ മൊയ്തീൻ കോയ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അത് കലാകാരന്മാർ പ്രത്യേകിച്ച് ഓർക്കേണ്ടതുമാണ്. നമ്മൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ വന്ന വഴികൾ എപ്പോഴും ഓർത്തുകൊണ്ട് ഉയരങ്ങളിലേക്ക് പോയാൽ അത്ര ഉയരത്തിലെത്തിയാലും നമ്മളല്ലാതായി തീരുന്നില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. എന്തായാലും ശ്രീ മൊയ്തീൻ കോയ വളരെ നന്ദി. ഇത്തരത്തിൽ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒപ്പം നമ്മളുടെ പ്രവർത്തനങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചതിനും ഒക്കെ വളരെ നന്ദി. എന്തായാലും വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. സുമി സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞു. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വെള്ളിയാഴ്ചകൾ സംഗീത സാന്ദ്രമാക്കാൻ സുമി എത്തിക്കഴിഞ്ഞു. ഇനി സുമിക്ക് വേണ്ടി സ്റ്റുഡിയോ വഴിമാറി കൊടുക്കേണ്ടതാണ്. എന്തായാലും ശ്രീ അനൂപ്, ഷൈനി, അഖിൽ, അർച്ചന, നിങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടാവേണ്ടിയിരുന്ന അശ്വതി നാട്ടിലാണെന്ന്, വെക്കേഷനിലാണ്, സണ്ണി, ഒപ്പം പ്രദീപ്, എല്ലാവർക്കും നന്ദി. പ്രമോദ് നിങ്ങളുടെ ഡയറക്ടർ, എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇത്തരത്തിലുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. സമൂഹത്തിന് വേണ്ടി അത് ഉപകാരപ്രദമാവട്ടെ. ഇത് മറ്റുള്ള കലാകാരന്മാർക്കും ഒരു പ്രോത്സാഹനമാവട്ടെ. നമ്മളുടെ കലാപരമായ പ്രവൃത്തി കൊണ്ടും അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തനം കൊണ്ട് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ നമ്മൾ മാറ്റിവെക്കണം കുറച്ച് സമയം സമൂഹത്തിന് വേണ്ടി എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇവരിലൂടെ നമ്മളിലേക്ക് എത്തുന്നത്. എപ്പോഴും പറയാറുള്ളത് പോലെ ഇന്നും നാളെയും വരും ദിവസങ്ങളും ഒക്കെ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒക്കെ ആയിത്തീരട്ടെ. മറ്റൊരു പരിപാടിയുമായി വീണ്ടും കാണുന്നത് വരെ നമസ്കാരം.